ഹൃദയാഘാതം വരാതിരിക്കാൻ നാം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതിന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, നമ്മുടെ ആഹാര കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ മത്സ്യങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കണം, പ്രത്യേകിച്ച് ചെറു മത്സ്യങ്ങൾ. അതുപോലെ തന്നെ ബദാം പരിപ്പ് പോലെയുള്ള നട്ട്സ് കൂടുതലായിട്ട് ഉപയോഗിക്കണം. വാൾനട്ട് പ്രത്യേകം പരിഗണിക്കേണ്ട ഒന്നാണ്. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ വെജിറ്റബിൾസ് കഴിക്കണം, കൂടുതൽ ഫ്രൂട്ട്സ് കഴിക്കണം. അതായത് കൂടുതൽ വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കഴിക്കണം. ഇതൊക്കെയാണ് ഭക്ഷണത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ അതിലും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മറ്റൊന്നുണ്ട്, അത് വ്യായാമമാണ്. അതായത് നമ്മുടെ ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഉതകുന്ന വ്യായാമം നമ്മൾ ചെയ്യണം. എല്ലാ വ്യായാമങ്ങളും ഒരുപോലെയല്ല. എല്ലാ വ്യായാമങ്ങളും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നില്ല. ഉദാഹരണമായിട്ട് വെയിറ്റ് ലിഫ്റ്റിംഗ്, അത് നമ്മുടെ ഹൃദയാരോഗ്യത്തിന് പോഷകമായ ഒന്നും അതിനകത്തില്ല. അപ്പോൾ ഈ ഹൃദയ ആഘാതം വരാതിരിക്കണമെങ്കിൽ വ്യായാമത്തിൽ ശ്രദ്ധിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. എല്ലാ വ്യായാമങ്ങളും ഒരുപോലെ അല്ലതാനും. അപ്പോൾ പിന്നെ ഏത് വ്യായാമമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് ഹൃദയ പേശികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തണം, ഹൃദയ ധമനികളുടെ ആരോഗ്യം, അതായത് കൊറോണറി ധമനികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തണം. ഹൃദയ പേശികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തണമെങ്കിൽ നമ്മൾ അതിനെ കൊണ്ട് കൂടുതലായിട്ട് പ്രവർത്തിപ്പിക്കണം. അതായത് നമ്മൾ എയറോബിക് എക്സർസൈസ് ചെയ്യണം. നമ്മൾ വേഗതയിലുള്ള നടപ്പ് ഒരു എയറോബിക് എക്സർസൈസ് ആണ്. നമ്മൾ ഓടുന്നത് ഒരു എയറോബിക് എക്സർസൈസ് ആണ്. അതുപോലെ തന്നെ സൈക്ലിങ്, നീന്തല്, ജോഗിങ്, അല്ലെങ്കിൽ എയറോബിക് ഡാൻസ് ഉണ്ട്. ഇങ്ങനെ ഏത് എക്സർസൈസ് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ എയറോബിക് വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ട് കൂടുതലായിട്ടും പ്രവർത്തിക്കുന്നു. ഉദാഹരണമായിട്ട് നമ്മൾ വേഗതയിൽ നടക്കുമ്പോൾ നമ്മുടെ കാലിലെ പേശികളിലേക്ക് രക്തം എത്തിക്കാൻ വേണ്ടി ഹൃദയം കൂടുതൽ വേഗത്തിൽ പമ്പ് ചെയ്യുന്നു, കൂടുതൽ ശക്തിയായിട്ട് പമ്പ് ചെയ്യുന്നു. അപ്പോൾ കാർഡിയാക് മസിലാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ കാർഡിയാക് പേശികളുടെ ആരോഗ്യം വർദ്ധിക്കുന്നു, അപ്പോൾ ഹൃദയാരോഗ്യം വർദ്ധിക്കുന്നു. ഇനി ധമനികളുടെ കാര്യം എടുക്കാം. അതായത് ഹൃദയ ധമനികൾ, കൊറോണറി ധമനികൾ ആരോഗ്യമുള്ളവയായിരിക്കണം. ആരോഗ്യം ഇല്ലാത്തപ്പോഴാണ് അതിനകത്ത് പ്ലാക്ക് അല്ലെ ബ്ലോക്ക് ഉണ്ടായി ഹൃദയാഘാതവും മറ്റും നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഹൃദയ ധമനികളുടെ ആരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ അതിനകത്ത് ഇൻഫ്ലമേഷൻ കുറയ്ക്കണം. അതായത് അതിനകത്ത് നീർക്കെട്ട് കുറയ്ക്കണം. ഇൻഫ്ലമേഷൻ കുറയ്ക്കണമെങ്കിൽ നമ്മൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുക. അതൊക്കെയാണ് നമ്മൾ വെജിറ്റബിൾസ് അല്ലെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ പറഞ്ഞതൊക്കെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ്സ് ആണ്. അതുകൂടാതെ നമ്മൾ മറ്റു ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. അതായത് നമ്മൾ വ്യായാമത്തിലും ശ്രദ്ധിക്കണം. നല്ലപോലെ നമ്മൾ എയറോബിക് വ്യായാമം ചെയ്യുമ്പോഴും നമ്മുടെ ധമനികളുടെ ആരോഗ്യം മെച്ചപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹൃദയ പേശികളുടെയും ഹൃദയ ധമനികളുടെയും ആരോഗ്യം മെച്ചപ്പെടുത്തുക, അതിന് വ്യായാമം വളരെയധികം